ദിസ് ഇസ് സൗമ്യ പതക് ഹിയർ. എന്തല്ലാ തറവാട്ടിലെ തെക്കേ മൂലയ്ക്ക് മൈലാഞ്ചിച്ചൂടിനോട് ചേർന്ന് കോഴിക്കോട്ട് നിന്നുള്ള നീട്ടി കൂവൽ കേട്ട് ഉറക്കമെണീറ്റിരുന്ന ഞാൻ ഇപ്പോൾ ഉറക്കമെണീക്കുന്നത് ആ കോഴീൻ്റെ ഏതോ രകന്ന ബന്ധുവിനെ മസാല തേച്ച് നിർത്തിയും ഇരുത്തിയും കിടത്തി നെയ്യിലോ ബട്ടറിലോ പൊരിക്കാനും കറിവയ്ക്കാനോ ആണെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനുഷ്യന്മാരെ അതിൻ്റെ വിഷമം മാറാൻ ഈ റെസിപ്പി മതിട്ടാ. എരിവ് നോക്കി 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് 1 കപ്പ് വെള്ളത്തിൽ 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഈ കറുത്ത പൊന്നിൻ്റെ ചോരയും നീരുമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് 2 ബൗളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ കുരുമുളകും 2 ടേബിൾ സ്പൂൺ വെള്ളവും മറ്റേ ബൗളിൽ അത് വേവിച്ചെടുത്ത വെള്ളം മാത്രം. ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം, 2 ഗ്രാമ്പൂ, 7-8 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 3-4 ഉണക്കമുളക്. ഇത്രയും ഞാൻ നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് മസാലകളൊന്നും തേക്കാത്ത, ഉപ്പ് പോലും തേക്കാത്ത ചിക്കനാണ്. അത് നമ്മൾ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ നല്ലപോലെ നെയ്യിൽ സോട്ട് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കനിലെ വെള്ളം ഇറങ്ങി പയ്യെ ഡ്രൈ ആവാൻ തുടങ്ങും. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മുരിഞ്ഞ് വരാൻ ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. മുരിഞ്ഞ് തുടങ്ങിയ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കോരി മാറ്റുന്നുണ്ട്. ചിക്കൻ കോരി മാറ്റിയ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ഏകദേശം 2 ടെന്നീസ് ബോളിൻ്റെ സൈസുള്ള സവോള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്ന സ്റ്റേജ് വരെ സോട്ട് ചെയ്തെടുക്കാം. സവോള റെഡിയായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതൊക്കെ തണുത്തിട്ടുണ്ടാകും. അതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാല കൂടാതെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള കുരുമുളകും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് പേസ്റ്റ് പരുവത്തിൽ ഒന്നരച്ചെടുക്കാം. ആദ്യത്തെ മസാലക്കൂട്ടിൽ പഞ്ചസാര ചേർത്ത് പൊടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് 1/2 ടീസ്പൂണിൽ കൂടാതെ നോക്കണം. ഇനി വേറൊരു ബൗളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു കൂട്ടം മസാല കൂടെ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ വേണം മിക്സ് ചെയ്യാൻ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രേവിക്ക് വേണ്ടി നമുക്ക് ഇത്രയും മസാലയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടതുള്ളൂ. എല്ലാ റെസിപ്പീസിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴണ്ട സവാളയിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് വെള്ളം, പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാല കൂട്ടുകൾ, കുരുമുളക്, വേപ്പില ഇതൊക്കെ അരച്ചെടുത്ത പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ടുകളൊക്കെ ചേർത്ത് സോട്ട് ചെയ്യുമ്പോൾ ഫ്ലെയിം കഴിവതും ലോ ആക്കി വെക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. ഈ മസാലക്കൂട്ടിലേക്ക് ഏകദേശം 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് തുടങ്ങുമ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് എല്ലാ ഭാഗത്തും ഗ്രേവി മസാല ഇതൊക്കെ പിടിക്കുന്ന വിധത്തിൽ യോജിപ്പിച്ച് കൊടുക്കുക. ആദ്യമേ നമ്മളിത് വറുത്തെടുത്തത് കൊണ്ട് ഇത് ഉടഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വിനിഗർ ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ദിൽ വാലെ ദുൽഹനിയ ലേ ജായേംഗെ പോലെ എൻ്റെ മനുഷ്യന്മാർക്കിടയിൽ റണ്ണിങ് സക്സസ്ഫുള്ളി ചിക്കൻ ഗീ റോസ്റ്റ് സെറ്റ്.